എന്തായാലും നമുക്ക് സുധീഷ് ഗോപാലിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മകരവിളക്ക് ആഘോഷം ഭക്തരെ കൊണ്ട് നിറഞ്ഞ് പമ്പ. ഇന്നലെ രാത്രി മുതൽ ഇടതടവില്ലാതെയാണ് പമ്പയിലേക്ക് ഭക്തരുടെ ഒഴുക്ക്. ഇന്ന് രാവിലെ 11 ശേഷം സന്ധ്യ വരെ പമ്പയിൽ നിന്ന് ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തി വിടില്ല. പമ്പയിൽ നിന്ന് സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ന് പുലർച്ചെ മുതൽ തന്നെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള ഭക്തജനത്തിരക്ക് വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുന്നു. അതിൻ്റെ പ്രധാന കാരണം ഇന്ന് 11 മണിക്ക് ശേഷം പമ്പയിലൂടെ സന്നിധാനത്തേക്ക് ഭക്തരെ കടത്തിവിടില്ല. 10 മണി വരെ നിലയ്ക്കൽ നിന്നും പമ്പയിലേക്കും ഭക്തരെ കടത്തിവിടുകയുള്ളൂ. അതിനുശേഷം തിരുവാഭരണ ഘോഷയാത്രയെല്ലാം സന്നിധാനത്ത് എത്തിയതിന് ശേഷം മാത്രമേ ഭക്തരെ കടത്തിവിടുകയുള്ളൂ. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്നലെ തന്നെ 1 ലക്ഷത്തിലധികം ഭക്തർ സന്നിധാനത്തേക്ക് പമ്പ വഴി പോയിട്ടുണ്ട്, അവിടെ എത്തിയിട്ടുണ്ട് എന്നതാണ് ഉള്ള ഒരു കണക്ക്. എന്നാൽ ഇതിൽ വളരെ കുറച്ച് ഭക്തർ മാത്രമാണ് തിരികെ ഇറങ്ങുന്നത്, പമ്പ വഴി പുറത്തേക്ക് തിരിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ സന്നിധാനത്ത് ഈ ഭക്തരെല്ലാം തന്നെ തമ്പടിച്ചിരിക്കുന്നു എന്ന ഒരു കണക്കുകൂട്ടലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ട് മകരജ്യോതി കഴിഞ്ഞാൽ വലിയ ഒരു തിരക്കാവും സന്നിധാനത്ത് നിന്നും പമ്പയിലേക്ക് എത്തുക എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനു വേണ്ട ക്രമീകരണങ്ങൾ, അവർക്ക് ഒരു തിക്കും തിരക്കുമില്ലാതെ പമ്പയിലൂടെ പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനങ്ങൾ ഒരുക്കുക എന്നത് തന്നെയാണ് പോലീസിന് മുന്നിലുള്ള ഏറ്റവും പ്രധാന വെല്ലുവിളി. അതോടൊപ്പം തന്നെ ഹിൽ ടോപ്പിലടക്കം പമ്പയിലെ ഹിൽ ടോപ്പിൽ നിന്നടക്കം മകരജ്യോതി ദർശിക്കുന്നതിനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ അവിടെയും ഒരു ആൾത്തിരക്കുണ്ടാവാതിരിക്കാനുള്ള പ്രത്യേക ക്രമീകരണങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും പമ്പയിലൂടെ വലിയ ഒരു തിരക്ക് സന്നിധാനത്തേക്ക് പോകുന്നത് കാണാം. ഇവരെല്ലാം തന്നെ ഇന്ന് തിരുവാഭരണ വിഭൂഷിതനായ അയ്യനെ കണ്ട് വണങ്ങാനും മകരജ്യോതി ദർശിക്കാനുമായാണ് ഇപ്പോൾ സന്നിധാനത്തേക്ക് പോകുന്നത്. അവരെല്ലാം തന്നെ ഇപ്പോൾ പോകുന്ന ഈ ഓരോ ഭക്തരും ഈ ഇന്ന് ദീപാരാധന തൊഴുതതിന് ശേഷം മാത്രമാവും തിരിച്ചിറങ്ങുക എന്നതുകൊണ്ട് തന്നെ ഇവരെല്ലാം തന്നെ ആ സന്നിധാനത്തേക്ക് എത്തുമ്പോൾ വലിയൊരു തിരക്കുണ്ടാവും എന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ പമ്പ ഗണപതി ക്ഷേത്രത്തിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഗണപതിയെ വഴങ്ങി ഗണപതിക്ക് നാളികേരമുടച്ചാണ് ഈ ഭക്തരെല്ലാം തന്നെ സന്നിധാനത്തേക്ക് കയറുന്നതും. ആ രീതിയിലുള്ള ഒരു തിരക്ക് ഇപ്പോഴും തുടരുകയാണ്.